ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നിങ്ങൾ ചെയ്യാൻ അറിയുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഹോംവർക്ക് ആയിട്ട് തന്നെ അല്ലേ? കുറച്ചു പേര് തെറ്റിച്ചിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ചെയ്തു നോക്കാം അങ്ങനെയാന്ന്. ഞാൻ ചെയ്തിരുന്ന പോലെ തന്നെയാണോ നിങ്ങൾ ചെയ്തത് നോക്കണേ. First question, 68 by multiply 68 by 34. 68നെ 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ ഈ 4നെ 68 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 into 4 32 2 ബാക്കി 3. 6 into 4 24. 24 plus 3 27. 3 into 8 24 no 4 ബാക്കി 2. 6 into 3 18 plus 2 20. 2 11 3 2. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ചെയ്തേ? ആണോ? മുഹമ്മദ് മനസ്സിലായോ എങ്ങനെ തെറ്റിയെന്ന്? മനസ്സിലായോ? ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെയാണോ ചെയ്തേ? എന്താ മുഹമ്മദ്? അന്നേരം 8 ഗുണിക്കണം 3 ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിത് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മിസ് ഇത് ഹോംവർക്ക് തന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 87നെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 87 into 44. ആദ്യം 4നെ 87 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7 into 4 28ന് 8 എഴുതി. ബാക്കി 2 ഉണ്ട്. 8 into 4 32. 32 plus 2 34. പിന്നെ ഈ 4നെ രണ്ടാമത്തെ ടെൻസിന്റെ പ്ലേസിലുള്ള 4നെ 87 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 into 4 28ന് 8 ബാക്കി 2. 8 into 4 32. 32 plus 2 34. 8 plus 4 12ന് 2. Remaining 1. 3 plus 4 7 plus 1 8. Next, Rubais, what are you doing there? $3,828. ഇതാണോ കിട്ടിയേ? ഇങ്ങനെയാണോ ചെയ്തേ? ജോസി അങ്ങനെയല്ല ചെയ്തത്, മുഹമ്മദും അങ്ങനെയല്ല ചെയ്തത്. കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ചെയ്തേന്ന് ജോസി? മനസ്സിലാവുന്നില്ല. 44ഉം 8 7 ഒരുമിച്ചായോണ്ട് മനസ്സിലാവുന്നില്ല. എങ്ങനെ? ഈ 87 44ഉം അങ്ങനെ ഗുണിക്കുമ്പോ മനസ്സിലാവുന്നില്ല സാർ. പിന്നെ നീ എങ്ങനെ ഗുണിക്കുന്നേ? ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. ഈ 7ന്റെ അടുത്തില്ലേ 4ഉം അടിയിലുള്ള 4ഉം അങ്ങനെയാ ഗുണിച്ചു. അങ്ങനെ അല്ലല്ലോ ഗുണിക്കണ്ടേ മിസ്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ നമ്പർ അല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗുണിച്ചു. ആഹാ, അങ്ങനെ ഗുണിച്ചപ്പോ തെറ്റിയതുണ്ടോ? പക്ഷെ മിസ് അതില് 348 തന്നെ ഞാനും എഴുതി. 348 അല്ലല്ലോ ആൻസർ.
അല്ല അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഇതാ ഞാൻ എഴുതി. എന്നിട്ട് ആൻസർ തെറ്റിയില്ലേ? തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായോ തെറ്റിയത് എവിടെയാന്ന്? മിസ് അന്നേരം രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനാ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്ത് കാണിച്ചു തരാം. Third question, 75 into 47. 75 into 47. 47. ആദ്യം നമ്മൾ ഈ 7-നെ എന്ത് ചെയ്യും? ഈ 5-നെയും 7-ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 5 into 7 35. 35-ന് 5 എഴുതി, റിമൈനിങ് 3 ഉണ്ട്. 7 into 7 49. 49 plus 3 52. ഇനി നമ്മൾ എന്ത് ചെയ്യും? 4-നെ ഈ 5-നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 5 20. 20ക്ക് നമ്മൾ 0 ഇട്ട്, ബാക്കി റിമൈനിങ് 2 ഉണ്ട്. നെക്സ്റ്റ് 7 into 4 28. 28 plus 2 30. അപ്പോൾ ആൻസർ 5 2 5 3. That is 3525. മുഹമ്മദിന് ഇപ്പൊ മനസ്സിലായോ? ഇനി ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമ്മള് 3 ഡിജിറ്റ് നമ്പറിനെയും 4 ഡിജിറ്റ് നമ്പറിനെയും 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. ഇതേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ലിസൺ. അതിലെ 5th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എക്സൈസ് 3.1-ലെ 5th ക്വസ്റ്റ്യൻ. 213 into 42. 213 into 42. ഇതിപ്പോ നിങ്ങൾ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ, അതായത് 13 into 42 ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമല്ലോ പെട്ടെന്ന്, ഇല്ലേ? ആദ്യം എങ്ങനെ ചെയ്യാം? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2 6. പിന്നെ 1 into 2 2. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യും. 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഈ ഡിജിറ്റും കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4. ഇനി 4-നെ ഈ 3 ഡിജിറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം വൺസിന്റെ പ്ലേസിലുള്ളത്, പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ളത്, പിന്നെ 1000-ന്റെ പ്ലേസിലുള്ളത്. ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 4. 4-ന്റെ നേരെ താഴെ 12-ന്റെ 2 എഴുതി, റിമൈനിങ് 1. 1 into 4 4 plus 1 ഉണ്ട് ഇവിടെ, റിമൈനിങ് 1 ഉണ്ട്. 4 plus 1 5. Then 2 into 4 8. ഷഹാന, സ്ക്രീനിൽ എന്തിനാ ടച്ച് ചെയ്യുന്നേ? 6 and സാധാരണ പോലെ ആഡ് ചെയ്യാം. 2 plus 2 4. 4 plus 5 9. Last 8. So answer is 8946. 2 ഡിജിറ്റ് നമ്പർ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ കൂടെ ഹൺഡ്രഡ്സിന്റെ പ്ലേസും കൂടി വരുന്നേ ഉള്ളൂ. അപ്പൊ അതും കൂടി ഈ 2 ഡിജിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? നോ, മനസ്സിലായില്ല? വെയിറ്റ്. റൊവൈസേ, ക്ലാസ്സിനിടയിൽ മെസ്സേജ് അയക്കരുതെന്ന് മിസ് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? അത് ആൻസർ ആയാലും എന്തായാലും മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞതല്ലേ?
അല്ലേ? മിസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ടല്ലോ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ. പിന്നെ എന്തിനാ ഇവിടെ ആൻസർ അയച്ചുകൊണ്ടിരിക്കുന്നേ? എത്രയോ തവണ നിങ്ങളെ തന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിനിടയിൽ മെസ്സേജ് അയക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ? എന്താ മുഹമ്മദ്? മിസ്സേ, ഇത് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ തരോ? ഇത് ഞാൻ 2-3 കൊല്ലം പഠിച്ചിനി, പക്ഷെ ഓർമ്മയിൽ വന്നില്ല. 2-3 കൊല്ലം പഠിച്ചിട്ട് ഓർമ്മയില്ലടാ? ഭയങ്കരാണല്ലോ നീ. 2-3 കൊല്ലം പഠിച്ചിട്ട് ഓർമ്മയില്ലാത്ത കാര്യം. ഓക്കെ, ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. അങ്ങനെയാകുമ്പോ നീ 2-3 കൊല്ലം പഠിച്ചത് ഓർമ്മയുണ്ടോ നോക്ക് കേട്ടോ. ഓർമ്മയിലുണ്ടായിനി. ഒന്ന് റിവൈസ് ചെയ്ത് നോക്ക്. അങ്ങനെ തെറ്റിയതാന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞേട്ടെ. 6th one. യെസ്, 6th question. 428 into 59. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 59ന്റെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്, 59ന്റെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിലെ 3 ഡിജിറ്റ്സ് കൊണ്ട് 3 ഡിജിറ്റ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് തൊട്ട് താഴെ എഴുതുന്നു. നമ്മൾ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺസിന്റെ പ്ലേസിലുള്ളതിനെ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, ടെൻസിന്റെ പ്ലേസിലുള്ളതിനെ കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടപ്പോ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ളതും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 8 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 2 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്യും, ലാസ്റ്റ് 4 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്യും. എത്രയാന്ന് നോക്കാം. 8 into 9 72. Remaining 7. 2 into 9 18. 18 plus 7 25. 25 into 5 എഴുതി, remaining 2. Then 4 into 9 36. 36 plus 2 38. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഈ 5നെ 59ന്റെ 5നെ ഈ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം വൺസ് പ്ലേസ്. 5 into 8 40. 5ന്റെ നേരെ താഴെ 40ന്റെ 0 എഴുതി, റിമൈനിങ് 4. 5 into 2. 5 into 2 10. 10 plus 4 14. Remaining 1. Last 4 into 5. 4 into 5 20. 20 plus 1 21. എന്നിട്ട് സാധാരണ പോലെ ആഡ് ചെയ്യാം. 2 5 plus 0 5. 8 plus 4 12 into 2. Remaining 1. 3 plus 1 4 plus 1 5. Remaining 2. So answer is 25,252. മനസ്സിലായോ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ആ 5ഉം 6ഉം ഇപ്പം ചെയ്തില്ലേ? 7ാമത്തെയും 8ാമത്തെയും ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ നിങ്ങൾ പെട്ടെന്ന്. എക്സൈസ് 3.1ലെ 7ഉം 8ഉം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 329നെ 329 into 58. ആദ്യം 329ലെ 3 ഡിജിറ്റിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വൺസിന്റെ പ്ലേസിൽ നിന്ന്. 9 into 8 72.
72ന്റെ 2 ഇവിടെ നമ്മൾ എഴുതി. ബാക്കി 7 റിമൈനിങ് ആണ്. നെക്സ്റ്റ് 2 into 8. 2 into 8 16. 16 plus 7 23. 23ന്റെ 3 ഇവിടെ എഴുതി. റിമൈനിങ് 2. Last 3 into 8 24. 24 plus this 2. 24 plus 2 26. അപ്പോ 329നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2632 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? 329നെ 58ലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 5 into 9 45നെ നമ്മൾ 5 ഇവിടെ എഴുതി. റിമൈനിങ് 4 ഉണ്ട്. 2 into 5 10. 10 plus 4 14ന്റെ 4 ഇവിടെ എഴുതി. റിമൈനിങ് 1. നെക്സ്റ്റ് 3നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 5 15. 15 plus 1 16. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ കിട്ടിയിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റും തമ്മിൽ ആഡ് ചെയ്യാം. 2 3 plus 5 8. 4 plus 6 plus 4 10 into 0 remaining 1. 2 plus 6 8 plus remaining 1 9. 1 19,082. ഇതെല്ലാവർക്കും കറക്റ്റ് ആണല്ലോ കിട്ടിയത്? യെസ്. നെക്സ്റ്റ്, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 560 into 97. 97. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 7നെ വൺസിന്റെ പ്ലേസിൽ 7നെ ഈ 3 ഡിജിറ്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 into 7 0. 6 into 7 40. 2ന്റെ 2 42ന്റെ 2 എഴുതി. റിമൈനിങ് 4. 5 into 7 35. 35 plus 4 39. നെക്സ്റ്റ് 9നെ ഈ 3 ഡിജിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9 into 0 0. 9 into 6 54. അതിന് 4 എഴുതി. റിമൈനിങ് 5. പിന്നെ 9 into 5 45. 45 plus 5 50. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 0 2 plus 0 2. 9 plus 4 13 3. 3 plus റിമൈനിങ് ഇവിടെ 1 ഉണ്ട്. 9 plus 4 ഉണ്ട് 13. റിമൈനിങ് 1. 3 plus this 1 4. Last 5. So the final product is 54,320. എവിടെയാ തെറ്റിയെന്ന് കിട്ടിയോ? 54,320. ഇനി 13th ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്തേ. 347/40. അതുകൂടി ഒന്ന് ഇപ്പൊ ചെയ്തു നോക്കിയേ. 13ാമത്തെ ക്വസ്റ്റ്യൻ. 347 into 40. (347 into 40 is equal to 13,880. 13880. 13880. തെറ്റിപ്പോയോ?
തെറ്റിപ്പോയോ? ഒന്നും കൂടി ചെയ്തുതരാം മിസ്. $347 into 40 അല്ലേ? ഫസ്റ്റ് സീറോനെ ഈ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയായിരിക്കും? 0 into 7 0, 0 into 4 0, 0 into 3 0. നെക്സ്റ്റ് 4നെ ബാക്കി 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 7 28 ന് 8, remaining 2. 4 into 4 16, 16 plus 2 18, remaining 1. 3 into 4 12, 12 plus 1 13. ഇനി ആഡ് ചെയ്താൽ 0 8 8 3 1, 13,880. കിട്ടിയായിരുന്നോ? 13880. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതിനകത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ 5ഉം 6ഉം 7ഉം 8ഉം 13ഉം ഇപ്പൊ ചെയ്തു അല്ലേ? ഇനി 14 15 16 21 22 23 24 7 ക്വസ്റ്റ്യൻസ് അതിൽ ബാക്കിയുണ്ട്. ആ 7 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 93-ലെ എക്സസൈസ് 3.1-ല് ക്വസ്റ്റ്യൻ നമ്പർ 14 15 16 21 22 23 24 ഈ 7 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ? അതുപോലെ തന്നെ ചെയ്യാട്ടോ. എന്താ ഏഞ്ചൽ? മിസ്സേ, ആ ബാക്കി 7 എണ്ണം അല്ലേ ചെയ്യണ്ടേ? ആ പേഴ്സണൽ ആയിട്ട് അയക്കണോ അതോ ഗ്രൂപ്പിൽ അയച്ചാ മതിയോ? പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. എന്താ എഡ്വിൻ? 14 തൊട്ടാണോ? 14 നമ്മൾ ചെയ്തില്ലല്ലോ. ആ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. 14 15 16 21 22 23 24. അപ്പൊ 7 ആവില്ലല്ലോ. 7 കൂടുതലാവില്ലേ? ഇല്ലല്ലോ, 7 അല്ലേ ഉള്ളൂ. ഒന്നെണ്ണ ഓക്കെ. 14 15 16 21 22 23 24 4 3 7 അല്ലടാ ചെയ്യാനുള്ളത്. ആ 7 ഹോംവർക്ക് ചെയ്തോ. എന്താ ഹന്ന? എന്താ ഹോംവർക്കിന്റെ കാര്യ? ഇപ്പം ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഇപ്പൊ ചെയ്ത 347 into 40 ആണോ? അത് മോളെ മിസ് അയച്ചു തരാം കേട്ടോ. എങ്ങനെയാ ചെയ്തതെന്ന്. ക്ലാസ് കട്ട് ആവാനായേ. അത് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല, ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് അതിൽ ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 14 15 16 21 22 23 24 7 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ റിവൈസ്? ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരോ? 14 15 16 14 15 16 21 22 23 24. ഓക്കെ ഓക്കെ.